ഇപ്പം മുട്ടുവേദനയാണെങ്കിൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ മാറ്റി കൊടുക്കും. ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ പറയല്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ആ ഒരൊറ്റ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റിയിരിക്കും. നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അവര് വരും ഇവിടെ, തീർച്ചയായിട്ടും ഇവിടെ വരണം. അങ്ങനെ ആവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മാറ്റി കൊടുക്കും. ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടി. 95% ഓപ്പറേഷൻ ചെയ്താലും മാറുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ ഇവിടെ വന്ന് ആ സമയം കൊണ്ട് ഞാൻ മാറ്റിയിട്ട് ഈ സ്റ്റെപ്പ് കയറ്റിയിട്ടാണ് ഞാൻ വിടുന്നത്. ഒറ്റ മിനിറ്റ്. ഇപ്പൊ 4ാമത്തെ സ്റ്റിച്ചിങ് ആണ് ഇത്. 4ാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. കണ്ടേ, ഇങ്ങനെ ഫിറ്റ് ചെയ്യുക ഇതിനകത്ത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മരുന്ന് നമ്മൾ ഉള്ളിൽ കഴിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതി പ്രോട്ടോകോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു മരുന്നും കഴിക്കാതെ എങ്ങനെ ഈ വേദന മാറും? നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് എത്ര വലിയ വേദനയായാലും, കാൽമുട്ട് വേദനയായാലും കൈമുട്ട് വേദനയായാലും എത്ര വലിയ വേദനയായാലും വെറും ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റി തരുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? എന്നാൽ വിശ്വസിച്ചേ പറ്റും. ഇവിടെ അത്യാവശ്യം ആളുകൾ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് റിസൾട്ട് വന്നു, അദ്ദേഹം അയാൾ പോയിട്ട് അടുത്ത ആളെ പറഞ്ഞു വിടുക, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകളോട് വരുന്നത് തന്നെ. ഇപ്പൊ ഒരാൾക്ക് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആരെയും പറഞ്ഞു വിടാറില്ലല്ലോ. ആദ്യമേ നടക്കാൻ വയ്യാതെ വലിയ പ്രയാസപ്പെട്ട വന്നത് ഇപ്പം ഓടി നടക്കും. നിങ്ങൾക്ക് കാണിച്ച് ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞ ഒരു കേസാണ് ഇത്. ഇതിനെ നമുക്ക് ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതേ മുട്ടിന് മാറ്റി കൊടുക്കാൻ പറ്റിയ സാധനം. ഡോക്ടറെ, അപ്പം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് എത്ര പ്രായക്കാർക്ക് വരെയാണ് ഡോക്ടറെ? നമുക്ക് 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ, 10 വയസ്സ് മുതൽ മേളിലോട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഈ ഒരു ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാം. ഇതിനെ കുറിച്ചോ ഇങ്ങനെ ഒരു പരസ്യമോ കാര്യങ്ങളോ ഒന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ എങ്ങും കണ്ടില്ല. നമ്മുടെ പരസ്യം എന്ന് പറയുന്നതേ വായാറുള്ള പരസ്യമാണ്. ആൾക്കാർ പറഞ്ഞ് ഇദ്ദേഹം വേറൊരാൾ വന്ന് പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ഒരാള് വന്ന് അവരുടെ അസുഖം മാറി കഴിയുമ്പോൾ അവര് പോയി അടുത്ത ആളിലേക്ക് പറയും. അങ്ങനെയാണ് ഇവിടെ പേഷ്യന്റ് വരുന്നത്, അല്ലാതെ പരസ്യമൊന്നും ആവശ്യമില്ല. അവരുടെ അനുഭവമാണെന്നല്ലോ അവർ പറയുന്നത്. അപ്പൊ അതാണല്ലോ ഏറ്റവും വലുത്. നമ്മൾ പരസ്യം കൊടുക്കുന്നതിനേക്കാൾ ഓരോരുത്തരുടെ അനുഭവം പറയുമ്പോൾ അതാണ് ഏറ്റവും വലുത്. ഇത്രയും പഴക്കമുള്ള ഈ നടുവേദന 100% ഡോക്ടർക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറ്റി കൊടുക്കാം. ഉറപ്പായിട്ടും മാറ്റി. എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താ അറിയാമോ, ഒരു വിശ്വാസമാണ് നമുക്ക് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ ഡോക്ടർ ഉറപ്പ് പറഞ്ഞേക്കാണ്. ഇവിടെ വരുന്ന ഒട്ടുമിക്ക ഭൂരിഭാഗം പേരും വരുന്ന ഡിസ്ക് ബൾജായിട്ട് വരുന്നവരാണ്. ഡിസ്ക് നടുവേദന, ഡിസ്ക് ബൾജായിട്ടൊക്കെ വരുന്നവർക്ക് നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്? ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞാല് ഇപ്പം ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നട്ടലെന്ന് പറഞ്ഞാൽ. ഇത് ഓരോന്നും പീസ് ഓഫ് ബോൺസാ, ഓരോ അസ്ഥികളാ. ഇത് യഥാസ്ഥാനത്ത് നിൽക്കാൻ കാരണം തന്നെ മസിൽസാ. അപ്പൊ മസിൽസിന് എന്തെങ്കിലും വീക്ക്നെസ്, സ്ട്രെങ്തനിങ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബാക്ക് പെയിൻ ട്രിഗർ ചെയ്യും. ഡിസ്ക് ബൾജ് വന്നെന്ന് കരുതി വേദന വരണമെന്നില്ല. അത് ബൾജായിട്ട് ഈ കാണുന്ന ഒരു ചുമന്ന രീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഞരമ്പിൽ അത് കംപ്രഷൻ ആക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ വേദനയായിട്ട് നമുക്കത് വരുന്നത്. അത് വരാൻ കാരണം നമ്മൾ തന്നെ, നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസുകൾ, അതായത് ഫുഡിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങളെ പോലുള്ള ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവര്, ഇങ്ങനെയുള്ളവർക്കൊക്കെ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എക്സസൈസിന്റെ കുറവുകൾ, ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന ഹാർട്ട് പെയിൻ, അതായത് ഇമ്മീഡിയറ്റ് പെയിൻ, അതായത് അതിശക്തമായ വേദന നമ്മൾ പതുക്കെ കൊണ്ടുവന്നു. കാരണം ഈ ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ചൊന്നും അകത്തോട്ട് കയറ്റാൻ പറ്റുന്ന സാധനമല്ല. അത് മാത്രമല്ല, നമ്മൾ ഈ പെയിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ഇമ്മീഡിയറ്റ് പെയിൻ ആയിട്ട് വരുന്നവരൊക്കെ നമ്മൾ ഫിസിയോതെറാപ്പി എക്സസൈസുകളൊക്കെ, നമ്മൾ ഫിസിയോതെറാപ്പി അല്ല, ആ രീതി വരുന്ന എക്സസൈസുകൾ, സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള, സ്ട്രെച്ചിങ് ഒക്കെ ഉള്ള മെത്തേഡ് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പെയിൻ വെച്ചുകൊണ്ട് അവർ പിന്നെയും എക്സസൈസ് ചെയ്താൽ അത് കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ആ സമയം നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്ത് വേദന കൺട്രോൾ ചെയ്തിട്ടാണ്. ചിലർക്ക് എക്സസൈസ് ആവശ്യം വരത്തില്ല, അങ്ങനെയുണ്ട്, എല്ലാവർക്കും അല്ല, ചിലർക്ക് എക്സസൈസ് ആവശ്യം വരത്തില്ല. അത് മാത്രമല്ല, ഇവിടെ പറയുന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു നിർബന്ധം എനിക്കുണ്ട്. കാരണം ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ നല്ല വേദന മാറി എന്ന് കരുതി പിന്നീട് അത് വരത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മെനക്കെടുത്തില്ല, വേദന മാറിയല്ലോ, ഒരു സിറ്റിംഗ് കൊണ്ട് എന്തായാലും ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഒരു സിറ്റിംഗ് കൊണ്ട് വേദനയുടെ ആ ഒരു കാഠിന്യം കുറയ്ക്കാനേ പറ്റും. എപ്പോൾ വേണേലും വരാം. ആ സമയം ഒരു 3 സിറ്റിംഗ് അല്ലെ 4 സിറ്റിംഗെങ്കിലും
കുറഞ്ഞത് എടുത്തിരിക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും? തീർച്ചയായിട്ടും മാറും. 100% ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നടുവേദന, അതുപോലെ മുട്ടുവേദന, ഡിസ്ക് ബൾജ് അങ്ങനെയുള്ള കംപ്ലൈന്റ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? തീർച്ചയായിട്ടും. നമ്മുടെ സ്ഥാപനം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൊറ്റുകുളങ്ങര ഇടശ്ശേരി ജംഗ്ഷനിലാണ്. മജ്ലിസ് യതീംഖാന എന്നൊരു പള്ളിയുണ്ട്. പള്ളിയുടെ ഫ്രണ്ടിൽ 4ാമത്തെ ബിൽഡിംഗ് ആണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. സ്ഥാപനത്തിന്റെ പേര് അസീസിയ മെഡിക്കേഷൻ സെന്റർ എന്നാണ്. പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു.